Hello guys, welcome to my YouTube channel. ഇന്ന് ഞങ്ങൾ സ്ട്രോബെറി മേടിക്കാൻ പോവാ. സ്ട്രോബെറി വാങ്ങാൻ പോവല്ല, ഞങ്ങൾ സ്ട്രോബെറീസ് പറിക്കാൻ പോവാണ്. ഇപ്പം ഇവിടെ സമ്മറൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പിക്കപ്പ് യുവർ ഓൺ സ്ട്രോബെറീസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു തോട്ടം ഉണ്ടെന്നാണ് ഞങ്ങളുടെ ധാരണ. ഞങ്ങളൊരു ബോർഡ് കണ്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇന്ന് സ്മൃതിയും ഞങ്ങൾ രണ്ടുപേരും അവൈലബിൾ ആണ് ഇവിടെ വീട്ടിൽ. അപ്പം ഉച്ചയ്ക്ക് വൈകുന്നേരം ഡ്യൂട്ടി ഉണ്ട്, 4 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൽഡിയിലെ പോലെ തന്നെ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനാണ് പ്ലാൻ. ഞങ്ങളങ്ങനെ റെഡിയായി സ്ട്രോബെറി ഫീൽഡിലോട്ട് ഇറങ്ങുവാണ്. പോയിട്ട് വരാമെന്ന് പറ. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ 4 പേര് റെഡിയായി. സ്മൃതി അവിടെ ഉണ്ട്, ഇച്ച വണ്ടി ഓടിക്കുന്ന സാർ ബേബി തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും റെഡിയായി പോവാണ്. സ്ട്രോബെറി വാങ്ങാൻ പോവാ. അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ പറിക്കാൻ പോവാ. ഓക്കെ, അപ്പം അവിടെ ചെല്ലുമ്പോൾ സ്ട്രോബെറി ഒക്കെ ഉണ്ടോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങള് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് തൊട്ട് അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. മിക്കവാറും ആൾക്കാരൊക്കെ വന്ന് ചെന്ന് പറിച്ച് തീർന്ന് കാണും സ്ട്രോബെറീസ്. ചെല്ലുമ്പോൾ അറിയാം ശശിയാകുമോ ഇല്ലയോ എന്നുള്ളത്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ സ്ട്രോബെറി ഫീൽഡിലോട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ തെറ്റാണ്, അപ്പം അത് തെറ്റ് എല്ലാരും ഇഗ്നോർ ചെയ്യാം. ബിക്കോസ് ഞാൻ കൊച്ചിലോട്ട് അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്. വളരെ ഇപ്പോഴാണ് ഞങ്ങൾ കുട്ടിയെ ഓരോ വാക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിലെ ഫെബ്രുവരിക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഫെബ്രുവരിക്ക് എന്താ ചേച്ചി പറഞ്ഞോണ്ടല്ലേ, വേറെ ഏതുണ്ടായിരുന്നു. ഏപ്രിലിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഏപ്രിലിന് ചേച്ചി വേറെ ഏതുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇങ്ങനെ നമുക്ക് കളിയാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കളിയാക്കണം. ഞാൻ ഈ കളിയാക്കുന്നതിന് പകരം വേറൊരു വാക്കാണ് ഉപയോഗിക്കാറ്. പക്ഷെ ചേച്ചി തന്നെ അത് പറഞ്ഞ തന്നെ, ചേച്ചിയുടെ ഹസ്ബൻഡും അതല്ലേ പറഞ്ഞ തന്നെ ഇങ്ങനെ കൊച്ചു എന്ത് പറഞ്ഞാലും ക്യാച്ച് ചെയ്യും. എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വട്ടം പറഞ്ഞാൽ നമ്മൾ 10 വട്ടം ആ വാക്ക് ആവർത്തിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണിപ്പോ. അപ്പൊ ഞങ്ങൾ പോവാൻ പൊക്കോണ്ടിരിക്കുവാണ്. ഞാൻ ഓരോന്ന് പറയുമ്പോ നോക്കുക. ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തിനും പറയും. നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ ആയി പോയി. അപ്പം ഞാൻ സ്മൃതിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കാം, അവക്കായിരിക്കും കുറച്ചുകൂടെ കാണിക്കാൻ എളുപ്പം. ഇത്ര നേരം ബാക്ക് ക്യാമറ വെച്ചായിരുന്നു പ്രകസനം, ഞാൻ അറിഞ്ഞില്ല. ക്യാമറ വെച്ച് നോക്കി പറയാതെ പറഞ്ഞു വാങ്ങിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കറങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ്. ഞാൻ ഈ ഐഫോൺ യൂസ് ചെയ്യുന്നത്. എനിക്കിതിന്റെ ഒന്നും അറിയില്ല സത്യമായിട്ടും. അപ്പൊ ഞാൻ ഇട്ട ലാസ്റ്റ് 2 വീഡിയോസ് ഇട്ടതില് എന്നോട് എന്റെ അനിയനൊക്കെ പറഞ്ഞു, ചേച്ചി ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്, ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് യൂട്യൂബ് വ്ളോഗ്സ് ഒക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ തിരിച്ചു പിടിക്കാൻ അറിയത്തില്ല, വശമില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ കുറച്ച് ഇത്തിരി കാര്യമായി ഈ വീഡിയോ ഇങ്ങനെ സംസാരിച്ച് നീട്ടി 1 മണിക്കൂറാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്ത് 10 മിനിറ്റ് ഉള്ള ഒരു സ്ട്രോബെറി പാടത്തിലോട്ടാണ് പോകുന്നത്. അതിപ്പോ നീട്ടി 1 മണിക്കൂറാക്കും. അല്ല, നിങ്ങൾ ഓർത്തണം, ആൽഡിയിൽ പോയ വീഡിയോ ഞാൻ ഫുള്ള് ചെയ്തു വന്നപ്പോഴേക്ക് 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടിട്ട് 47 മിനിറ്റ് ആക്കിയതാണ്. അപ്പൊ എന്റെ ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോ ചേച്ചിയോട് പറഞ്ഞു, ഇവിടെ സിനിമ തന്നെ ഒരു 2.5 മണിക്കൂറിന്റെ സിനിമ തന്നെ ആൾക്കാർ കഷ്ടപ്പെട്ട കാണുന്നത്. അപ്പോൾ അതാന്റെ ഒരു വ്ളോഗ് 1.5 മണിക്കൂറിന് നല്ല ഫീഡ്ബാക്സ് കിട്ടി. പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി. ചേച്ചി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഓരോ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴും എന്തുവാ ഒന്നുകൂടെ കൂടി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രകസനമാണ് ഗൈസ്. അല്ല, ഞങ്ങൾ സത്യമായിട്ട് നമ്മൾ ഭയങ്കര പ്ലാനിങ്ങിലൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തതായതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്മൃതി പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാതെ കൂടുവാണെങ്കിൽ കൂടട്ടെ, ഇല്ലെങ്കിൽ അതങ്ങനെ വിട്ടേക്ക്. പക്ഷെ എനിക്കൊരു തൊര എപ്പോഴും എടുത്ത് നോക്കാൻ, പിന്നെ കമന്റ്സ് ഒക്കെ വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം. അത് തുടക്കത്തിന്റെ ഒരു ആവേശമാണ്. നിന്നോളും അതങ്ങനാണ്. ഇതാണല്ലോ ഇപ്പൊ സംസാരിച്ച് ഒത്തിരിയായി. ഞങ്ങളിപ്പോ ഒരു 10 മിനിറ്റിലാണ് എത്തും. അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ബൈ. നമുക്ക് നല്ല ഭാഗ്യമുള്ളത് കൊണ്ടും ഞങ്ങൾ എവിടെ പോയാലും ഇവിടെ പരിപാടി ഇങ്ങനെ ആയതുകൊണ്ടും മഴ പതിയെ കയറി
ചതിച്ചു സ്വാഭാവികം. ദിവസത്തെ വെതറാണ് നോക്കിയെന്ന് അറിയില്ല. ചേച്ചി ഏത് സ്ഥലത്തെ വെതറാണ് നോക്കുന്നത് അതാണ് ഇടി കേംബ്രിഡ്ജ് പോർട്സ്ബറി ജ്യൂസ്ബറി ഇതെല്ലാം കാണും. ലൊക്കേഷൻ എല്ലാത്തിന്റെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ചേച്ചിയുടെ വിചാരം UK എല്ലായിടത്തും ഒരു വെതറാണെന്നാണ്. പക്ഷെ അത് ചതിച്ചു. അപ്പുറം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട്. വലത്തേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ കാടാണ് ഗൈസ്. പക്ഷെ നെക്സ്റ്റ് ആണ്. ഞങ്ങൾ ഓർത്ത് ഞങ്ങളെ ചതിച്ചു കാരണം മെയിൻ റോഡിൽ മാത്രമേ ഒരു ബോർഡുള്ള ഇതാണോ? വേറൊരു വീടാണ്. അവരുടെ വീടാണ് മെയിൻ റോഡ്. അതെ, അവിടെ ഒരു ബോർഡുണ്ട്. ഇപ്പൊ വരും. ഇത് കറക്റ്റ് ആണ്. നമ്മൾ എത്തിയിരിക്കുകയാണ് സ്ട്രോബെറീസ്. ഇവളെന്നെ കൂടെ തെറ്റിക്കും. ഇവിടെ വണ്ടി നമുക്ക് ഇടാം. സ്ട്രോബെറി തീർന്നു ഗൈസ്. വീണ്ടും വെള്ളപ്പാടം അതായിരിക്കും ഇവിടെ. അതിലെ അങ്ങോട്ടായിരിക്കും. അതെ, സ്ട്രോബെറി ഒക്കെ പറക്കിക്കൊണ്ട് വരുന്നു. അയ്യോ, ഇതാണ് പഴുത്ത സ്ട്രോബെറി. ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറിച്ചോണ്ട് പോകുന്ന മൊത്തം പച്ചയാണ്. അപ്പൊ നമ്മളിങ്ങനെ വന്നു, നമുക്കൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി. ഇച്ച വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. സ്മൃതി മൂലം അങ്ങോട്ട് പോകുന്നു. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും പോയി നോക്കാം. They're going to take a little bit of finding because we have been busy. The weather's not been great either. So if you go round the side, you'll see the four poly tunnels. You just have to have a hunt around in there. All right. Okay, thank you. ബാസ്ക്കറ്റ്. ഇതാണ് ആർസ്കോട്ട് ഫാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാസ്ക്കറ്റ് കിട്ടും. ബാസ്ക്കറ്റിനകത്ത് നമുക്ക് വേണ്ടത്രയും സ്ട്രോബെറി പെറുക്കാം. ഇങ്ങനെ പല ബാസ്ക്കറ്റ് വേണേൽ കൊണ്ടാകും. ഒരു ബാസ്ക്കറ്റിൽ 1 കിലോയ്ക്ക് 8 പൗണ്ടൊക്കെ വെച്ചാണ് വരുന്നത്. അപ്പം നമ്മൾ പോവാണ്. ഇവിടെ മൊത്തത്തിൽ കാണാനൊരു ഫാമിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ പോകുന്ന വഴി. അതാണ് നമ്മളീ പറഞ്ഞ സ്ട്രോബെറി ഫാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ കുറേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ പൊഴിഞ്ഞ് എല്ലാവരും എന്നോട് ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു, ഇവിടെ വന്ന് ഇഷ്ടംപോലെ സ്ട്രോബെറി നമുക്ക് പഴുത്തത് പറിക്കാം, നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. അത് പിന്നെ ഈ ബാസ്ക്കറ്റിനകത്ത് കൊണ്ടുവന്നതിന് കിലോ 8 പൗണ്ട് വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാം ആൾക്കാർ പറിച്ച് പെറുക്കി തീർന്നു ഗൈസ്. ഇതിനകത്തൊന്നും ഇല്ല, ചെടിയാണ് മെയിനായിട്ടുള്ള. ശശിയായി പോയി ഗൈസ്. വലിയൊരു സ്ട്രോബെറി കാണിച്ചു വാഷ് ചെയ്തിട്ടേ കഴിക്കാവൂന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മധുരമുണ്ട്, നല്ല സർവീവി ഉണ്ടാടിയോ കഴിച്ചേ സർവീവി? പുളിയാണ്, അതുകൊണ്ട് മധുരമുള്ളതാണ്. എനിക്കിപ്പോൾ ഇച്ച തന്നത് സത്യം പറഞ്ഞാൽ നന്നായിട്ട് പഴുത്തൊന്നുമല്ല, എന്നിട്ടും മധുരമുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ ഇരുന്ന് വേണം പറിക്കാൻ, നിന്നാൽ നമുക്കങ്ങനെ കാണത്തില്ല സ്ട്രോബെറീസ്. കഴുകിയിട്ട് നേരത്തെ ഇത് മൊത്തം നല്ല നിറച്ച് ഇങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ വന്ന സമയം ക്യാമറ എടുത്തില്ലല്ലേ, എടുത്തിട്ടും കാര്യമില്ല. ഇതാണ് സ്ട്രോബെറിയുടെ ചെടി. നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്കൊന്നും നമ്മൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ആദ്യമേ വരുമായിരുന്നെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ ആൾക്കാരെല്ലാം വന്ന് പറിച്ചു തീർന്നതാണ്. ഇച്ച സെക്കൻഡ് തന്നതിന് നല്ല മധുരം. സേറ ബേബിയുടെ ലുലു ബേബിനെയും കൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത്. സ്ട്രോബെറി പറിക്കാൻ ബാഗ് കയ്യിലുണ്ട്. സേറ ബേബിക്ക് സ്ട്രോബെറി ഇഷ്ടമായോ? ഇങ്ങോട്ട് നോക്കി, നല്ലതാണോ? യമ്മിയാണോ? യമ്മിയാണോ? യമ്മിയാണോ?
സത്യം പറഞ്ഞാൽ സേറ ബേബിക്കാണ് ഈ പൊസിഷൻ, ഇതിന്റെ ലെങ്ത് വൈസ് സേറ ബേബിക്കാണ് ഇത് കറക്റ്റ്. അവക്ക് അടി കൂടെ നടക്കുമ്പോൾ എല്ലാം കാണാം. നമുക്ക് കുനിഞ്ഞ് നിലത്തിരുന്ന് നോക്കണം വല്ലതും പഴുത്തത് വല്ലതും ഉണ്ടോ എന്ന്. അവൾക്ക് കറക്റ്റാണ് ഈ ഹൈറ്റ്. അങ്ങനെ സ്മൃതി മോക്ക് വേറെ അടുത്തത് കിട്ടി. സേറ ബേബിയുടെ ബാഗ് കൊടുക്ക ഹണിമമ്മിക്ക്. ഇതേ മൂത്ത അതിൻ്റെ അങ്ങേറ്റത്ത് നമ്മൾ ഇങ്ങേറ്റത്ത് നടന്നു വന്നു. ഇതുപോലത്തെ 4 സംഭവങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നവർ. ഫ്ലൈറ്റ് പോകുന്നു ഗായ്സ്, കാണാവോ? നല്ല മഴക്കാറ് കയറി വരുന്നുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒന്നുമില്ല കണ്ടോ, ഇതൊക്കെ എല്ലാവരും പറിച്ച് തീർന്നു. കണക്ഷൻ പൈപ്പ് വഴി കണക്ഷൻ കൊടുത്തിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നല്ലോ. ഇത്രയും ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നടക്കാൻ പാടല്ലേ, അതാണ് ഈ വെള്ളം പോകുന്നത്. സെർവേപ്പി എത്തി. വെയിറ്റ് ആണെങ്കിൽ ഇതാ തിരിഞ്ഞ് മമ്മിക്ക് തരാവോ? ഓക്കെ, വെയിറ്റ് ആയിട്ട് അത് താഴെ പൊട്ടി താഴെ പോയാലോ? ശരിക്കും ഈ പരുവത്തിലുള്ള ഇങ്ങനത്തെ സ്ട്രോബെറി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഒത്തിരി. പക്ഷെ എല്ലാരും അറിയാലോ, നല്ലത് കണ്ട എല്ലാരും പറിക്കും. അപ്പൊ അതാണ് മധുര വേണോ? അതെനിക്കറിയാമായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇടയ്ക്ക് നിപ്പുണ്ട്, പക്ഷെ എല്ലാം പച്ചയും പഴുത്തായി വരുന്നേ ഉള്ളൂ. ആൾക്കാർ കാണാതെ കിടക്കുന്ന വല്ലതും കിട്ടിയാലേ നല്ലത് ഉള്ളൂ. സേറ ബേബിക്കല്ലേ ഈ ഹൈറ്റ് കറക്റ്റ്? അതെ, ഹണിമമ്മിക്ക് ആ പാത്രം കൊണ്ടു കൊടുക്കാൻ. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഒത്തിരി തീരെ പച്ച പറിക്കണ്ടടാ. ഒരു എനിക്കിത് കണ്ടിട്ട് പറിച്ച് തിന്നാനും തോന്നുന്നില്ലല്ലോ ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കത് അങ്ങോട്ട് പറിച്ച് കഴിക്കാൻ തോന്നുന്നില്ല. അവരതിനകത്ത് പ്രത്യേകം ഫ്രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് വാഷ് ചെയ്തിട്ടേ കഴിക്കാവൂന്ന്. എനിക്കൊന്നും കിട്ടി ഗൈസ്. ഈ സ്ട്രോബെറി പാടം മൊത്തം നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നടുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം ഇങ്ങനെ കുനിഞ്ഞു. അയ്യോ അതല്ല, മമ്മിക്ക് തരുവോ? അതല്ല ഇത്. എന്നാ ഇത് വെച്ചോ, ഇത് മമ്മിക്ക് കിട്ടിയത്. അത് പൊന്നു കഴിച്ചോ. അയ്യേ, അത് ചീഞ്ഞതായിരുന്നു. അറിഞ്ഞോണ്ട് എനിക്ക് ചീഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. മമ്മി പിടിക്കണോ പൊന്നു? അത് താഴെ വീണ് പൊട്ടും. ഓക്കെ, ഗുഡ് ഗേൾ. വെയിറ്റായി, കൊച്ചിന് മനസ്സിലായി. ഈ സൈഡ് കുറേ തപ്പി അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഇത്രയും കിട്ടി. പക്ഷെ അതിൽ പകുതിയും പച്ചയാണ്, നല്ല പഴുത്തായിട്ടില്ല. അപ്പോൾ ഞങ്ങളിനി അപ്പുറത്തെ സൈഡിലുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. കൊച്ചിന് കൊടുത്തോ, കൊച്ചിന് സ്ട്രോബെറി ഇഷ്ടമാണ്. സ്ട്രോബെറി എല്ലായിടത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒന്നിലും അങ്ങനെയില്ല. നമുക്ക് ഇത്രയും കിട്ടി. അത് എല്ലാം നല്ല പഴുത്തൊന്നുമല്ല. സർ ബേബി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇവിടെയൊക്കെ ചരളയും ഉണ്ട്. ഞങ്ങൾ UK വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ പറിക്കാനായിട്ടൊക്കെ പോകുന്നത്. ഇതിനു മുമ്പൊന്നും ഞങ്ങളങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ സേറ ബേബിയും സ്മൃതിയും ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. നേരത്തെ ഞാൻ ഇച്ചയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുമിച്ച് പറിക്കാനും ഒരുമിച്ച് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സേറ ബേബി ലുലു ബേബിക്ക് കൊടുത്തോ?
ഇവിടെ ഒരാള് കുത്തിയിരുന്ന് അങ്ങ് പറിച്ച് തിന്നോണ്ടിരിക്കുവാണ്. സ്ട്രോബെറിയുടെ കളർ എന്തുവാ? റെഡ്. ഗുഡ് ഗേൾ. സത്യം പറഞ്ഞാൽ ഇത് കഴുകാതെ തിന്നാൻ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലൊക്കെ എന്തോ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൂപ്പല് പോലെ എന്തോ സാധനം ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി കഴുകാതെ പറിച്ച് തിന്നുന്നതായിരിക്കും നല്ലത്. കഴുകാതെ പറിച്ച് തിന്നുന്ന അല്ല ഞാൻ പറഞ്ഞു. എനിക്കൊരു പഴുത്തത് കിട്ടി ഗൈസ്. ഇച്ചു ഇത് നല്ല പഴുത്ത, പക്ഷെ ഒത്തിരി പഴുത്തതിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഒന്നും എനിക്ക് തോന്നുന്നതാണോ എനിക്കറിയത്തില്ല. ആണോ? അല്ല, എനിക്ക് എല്ലാത്തിനും ഒരു ചീഞ്ഞ ടേസ്റ്റാ തോന്നുന്നേ. അതിനി എൻ്റെ പല്ലിൻ്റെ ആണോ എന്നറിയത്തില്ല. ഇത് നല്ല പൂത്താണ്, അതുകൊണ്ട് അത് പറിക്കുന്നില്ല. നല്ല പഴുത്തായിരുന്നു, പക്ഷെ ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ ഇതാദ്യമേ വരേണ്ടതായിരുന്നു. നമ്മളെ ചതിച്ചതാണ്. നമ്മൾ വല്ലാണ്ട് ലേറ്റായിപ്പോയി. ഞാൻ ഈ ചെടിയോടുകൂടെ പറിച്ചെടുക്കുമെന്ന് തോന്നുന്നു. അയ്യോ, താഴെ പോയി. ഞാൻ എവിടാണ്? അങ്ങേ മൂലയിലുണ്ട്. ഞാനോർത്തു അവളവിടെ ഇരുന്ന് പറിച്ച് തിന്നോണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അവളെ സ്മൃതിനെ കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാർക്ക് പോലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വരുന്നവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന്. ഇത് പക്ഷേ നമ്മൾ വന്നത് ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഒന്നുമില്ലാത്തത് കൊണ്ടൊരു ഭയങ്കര സങ്കടം. ഇവിടെ അവർ ഇങ്ങനെ ചെറിയ രീതിയിൽ, അവിടെ ഒരു മാനായിരുന്നു തോന്നുന്നു. ഇവിടെ കുറച്ച് താറാവുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൂടെ കോഴിയൊക്കെ നടപ്പുണ്ട്. പിന്നെ അപ്പുറത്തൊരു നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് മാനയാണോ? മാനുണ്ട്. ഈ മൂന്ന് പോയിച്ചേ, അത് മാനല്ലേ? നമ്മളാ വരുന്ന വഴിക്കണ്ടേ? ഓ സോറി ഗൈസ്, അത് യാക്കാണ്. എനിക്കത് കണ്ടപ്പോ മാൻ. ഞാൻ യാക്കിനെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇത്രയും കിട്ടി. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു 1 കിലോ ആയിക്കാണോ? അപ്പോൾ 1 കിലോ ആകുമ്പോൾ 8 കൊണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം അവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങ് തിന്നിട്ട് കുറച്ച് തീർത്തിട്ട് പോകാമെന്ന് വെച്ചു. ടോപ്പിലിരിക്കുന്ന എന്താ നല്ല പഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ട് നമ്മൾക്ക് അവിടെ വെയിറ്റ് നോക്കി പോവാം. ഇതിമോൾ അവിടെ സ്ഥാനമൊക്കെ ഉറപ്പിച്ചു. ഹണിമമ്മിയുടെ അടുത്ത് പോവാം. കൊള്ളത്തില്ലേ കളഞ്ഞേരത്. സർ ബേബിക്ക് പറഞ്ഞു ഡാഡി വരട്ടെ. അതാണോ കൊച്ചു ഉദ്ദേശിച്ചത് തോന്നുന്നു. പഴുത്ത സ്ട്രോബെറി അത് ചീഞ്ഞാന്ന് തോന്നുന്നു. സർ ബേബി ഹണിമമ്മിയുടെ അടുത്ത് പോവാം. സ്മൃതിയുടെ അടുത്തൊരു കോഴിയൊക്കെ വന്നിപ്പുണ്ട്. സ്മൃതി, കാലിൻ്റെ അവിടെ കോഴി. കോഴീനെ കണ്ടപ്പോഴേ എന്നെ എടുക്കാവോന്ന് ചോദിച്ചോണ്ട് വന്നിട്ടുണ്ട്. കോഴിയെ കണ്ടിട്ടോ ഒരുത്തി എടുക്കാവോ. അയച്ചേ, ആ കാണുന്നത് മാനാണോന്നാണ് ഞാൻ ചോദിച്ചത്. കേഴയോ? മാൻ തന്നെയാണ്. അപ്പം മിച്ചയാണ് തെറ്റിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. എവിടെ യാക്കും? അത് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങക്ക് സീറ്റൊക്കെ കിട്ടി. ഇവിടെ ഇരുന്ന് അപ്പൊ ഞങ്ങളിത് പകുതി കഴിച്ച് തീർത്തിട്ട് ഞങ്ങൾ ബാക്കി കൊണ്ട് ബില്ലടിച്ച് വീട്ടിൽ പോകും. സേറ ബേബി എടുത്ത കോഴീനെ ഒക്കെ കണ്ടിട്ട് പേടിച്ച് വീട്ടിൽ പോണെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലാണ്. അയ്യോ, കോഴി പോയി. പുതിയ ആൾക്കാര് വരുന്നുണ്ട്. കുറെ ആൾക്കാര് പോകുന്നു, വരുന്നു. ഒരുത്തി ഇവിടെ തകർത്ത് കരയുകയാണ് കോഴീനെ കണ്ടിട്ട്. അത് കണ്ടോ, അവിടെ കണ്ടോ ഒരു ബേബി കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ബേബികളെല്ലാം സേറ ബേബി കരഞ്ഞ് കീറി പൊളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഡക്കല്ലേ അത്? അയ്യോ സോറി, അത് അരേനമായിരുന്നു. ഞാൻ അറിയാതാണ് ഡക്കെന്ന് പറഞ്ഞത്. നമുക്ക് എന്നാ ബാ
വന്നിട്ടില്ല. കോഴിയെ പേടിയാ, പക്ഷെ അവക്ക് ടക്കിനെ കാണണം. ഞങ്ങൾ പാത്തേനെ കാണാം. പാത്തയാണോ അരയന്നാണോ ഡക്കാണോ എനിക്കറിയില്ല. അലക്കുന്ന കേട്ടോ. ഉണ്ടോ ഉണ്ടോ? അയ്യോ, അതാണ് സെർവേബി. അതാണ് സെർവേബി. ഡക്കാണോ? ഓ, ഇതിനിങ്ങനത്തെ ശബ്ദമാണ്. സെർവേബിനെ അങ്ങോട്ട് മമ്മി വിടട്ടെ? ഡക്കിൻ്റെ അടുത്ത് വിടട്ടെ? ഭയങ്കര പേടിയാണ്. ചേട്ടനും അനിയത്തിയും കൂടെ ഫോട്ടോ എടുപ്പും അതിൻ്റെ ഇടയിൽ കൂടെ സൈഡ് നൈസായിട്ട് സ്ട്രോബെറി കഴിക്കും ഒക്കെയാണ്. കൊച്ചുവിനെ കൊണ്ട് സ്മൃതി പോയി, കാരണം ഭയങ്കര കരച്ചിൽ. കോഴീനെ കണ്ടിട്ട് കരയുന്നു. അപ്പോൾ ഞങ്ങളും സമയം ഏകദേശം 1:45 ഇവിടെ. നല്ല മഴക്കാറ് വരുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്ക് 4 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുവാണ്. സ്മൃതിയും സെറബീബിയൊക്കെ ഇവിടെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതുവഴി പോവാണോ? ഇതുവഴിയാണ് നമ്മൾ വന്നതല്ലേ. ഇച്ച മുമ്പ് പറഞ്ഞ യാക്ക് ഇവിടാണ്. ഇവിടെ കുറേ ഉണ്ട്. വലിയ പശുവാണ് യാക്ക്. ഇതിവിടുത്തെ ടോയ്ലറ്റാണ്. പബ്ലിക് ടോയ്ലറ്റ്സ് ഇവിടുത്തെ ഇങ്ങനെയാണ്. ആമേരിയാന്ന് തോന്നുന്നു. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ആന്ന് തോന്നുന്നു ഇതെല്ലാം. നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പോകണം. അങ്ങനെയാണ്. So we've got a total of £7.18, please. Charge? Yeah. Have you been before? No, not first time. Well, when these have gone, they're sort of almost out now. Yeah. We will be replanting. Yeah. And then we should have more towards the end of September into Okay. October. Okay. So Then keep an eye on Facebook. Yeah. Ask at Farm. okay. Okay. And 'cause Okay, yeah. Joe, September, end of this September. end of September. October. Yeah. Okay. If you look at Ask at Farm, Joe who owns the farm. He posts stuff all Okay. the time. So, Okay. Thank you. Cheers. enjoy those. Okay. Thank you very much. Bye. Bye-bye. Bye. Bye-bye. കാരണം 800 ഗ്രാം ഉണ്ടായിരുന്നു. 335 ഗ്രാം. അപ്പം ഒരു കിലോയ്ക്ക് 8 പൗണ്ട് എന്നാണ് പറഞ്ഞത്. നിയർലി ടു 7 പൗണ്ട്സിനടുത്ത് നമ്മൾ ഇതിന് സ്പെൻഡ് ആയിട്ടുണ്ട്. ഇല്ലേ, കറക്റ്റ് 6 സംതിങ് ആയിരുന്നു. എനിക്കൊന്ന് അവര് 7 സംതിങ് എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാനുള്ള സ്ട്രോബെറീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാം. ഇവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങാം. സെർവൈവ് ചെയ്തിട്ട് പോവാം. ഓക്കെ ബാ. ചേച്ചി ഞങ്ങൾ വളരെയധികമായി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ സ്ട്രോബെറി ഫീൽഡിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച ഇനി സ്ട്രോബെറിയാ വീട്ടിൽ. അതിന് ഞങ്ങൾ ചേച്ചിയുടെ പരീക്ഷണത്തിന് ഇരയാണ്. ഇനി സ്ട്രോബെറി സ്മൂത്തി, സ്ട്രോബെറി കേക്ക്, സ്ട്രോബെറി ഷേക്ക്, അങ്ങനെ പലതരം വിഭവങ്ങളായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നതായിരിക്കും. ഞങ്ങൾ ശ്രുതിക്ക് എന്താ പറയാനുണ്ട്? പലതരം ഡിഫറെന്റ് ഐറ്റംസ്. അതല്ല മലയാളത്തിൽ. അപ്പം ഞങ്ങള് അടുത്ത വ്ലോഗ് കാണുന്നത് വരെ ബൈ 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 സർ ബേബി. ബൈ ബൈ പറ. ബൈ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഉടനെ തന്നെ നെക്സ്റ്റ് വീക്ക്. കാരണം ഇനിയും ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിയിലോട്ടൊക്കെ പോവും. പിന്നെ അടുത്ത ആഴ്ച ഞങ്ങൾ ഒരുമിച്ചുള്ള ദിവസം നോക്കി അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം സ്മൃതി മോൾ അടുത്ത ആഴ്ച യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾ ഇവിടുന്ന് കേംബ്രിഡ്ജ് പോവും. സ്മൃതി മോള് കാണൂല. അപ്പം ഞങ്ങൾ 3 പേരായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് പറ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.